പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുകയാണ്. ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ വചനചിന്ത നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അനുഗ്രഹത്തിനും വിടുതലിനും സമർപ്പണത്തിനും കാരണമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അതിനാധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയോന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടു നിന്നു. ഹേരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു പിലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹേരോദാവും പിലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. നമുക്ക് വളരെ സുപരിതമായ ഒരു ഭാഗമാണ് വായിച്ചു കേട്ടത്. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിൽ താൻ പിടിക്കപ്പെടുകയും തന്നെ വിസ്തരിക്കുവാൻ വേണ്ടി പീലാത്തോസിന് മുമ്പിൽ കൊണ്ട് നിർത്തുകയും ചെയ്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പീലാത്തോസ് അവനെ വിസ്തരിച്ചിട്ട് കുറ്റമൊന്നും കാണാത്തത് കൊണ്ട് അവനെ ഹേരോദാവിന്റെ അടുക്കിലേക്ക് അയച്ചു എന്ന് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു കേട്ടല്ലോ. ഹേരോദാവ് എന്ന് പറയുന്നത് പലരുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ഹേരോദാവ് എന്ന് പറയുന്നത് ഹേരോദ അന്തിപ്പാസ് ആണ്. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം ചെയ്യുവാൻ കൽപ്പന കൊടുത്ത ആളായിരുന്നു ഈ ഹേരോദ അന്തിപ്പാസ്. ഹേരോദിയുടെ ഭർത്താവായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം ഗലീലയിലെ ഒരു ഇടപ്രഭുവായി ഭരിച്ചുകൊണ്ടിരുന്നു. പല ഇടപ്രഭുക്കന്മാർ പലയിടങ്ങളിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഗലീല ദേശത്തിലെ ഇടപ്രഭുവായിട്ടാണ് ഹേരോദ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പീലാത്തോസ് എന്ന് പറയുന്ന അദ്ദേഹം മൊത്തത്തിൽ റോമൻ ഗവർണറായി ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നു. ഗലീലയിൽ ഭരിച്ചുകൊണ്ടിരുന്നതായ ഹെരോദ രാജാവ് ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ ഈ ഭാഗം നമ്മൾ വായിച്ചായ ഈ സന്ദർഭത്തിൽ പെസഹ പെരുന്നാളുള്ള ബന്ധത്തിൽ അത് ആചരിക്കുവാൻ വേണ്ടി യെരുശലേമിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് യേശു കർത്താവിനെ പിടിക്കുന്നതും പീലാത്തോസിന് മുമ്പിൽ കൊണ്ട് വിസ്തരിക്കുന്നതൊക്കെ. ഇതിന്റെ മുൻഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹേരോദാവ് യെരുശലേമിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ ഹേരോദാവിന്റെ അടുക്കിലേക്ക് അയച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ വായിച്ച വാക്യങ്ങളിലേക്ക് ഒന്നുകൂടെ വരാം. ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. Today we are meditating the Gospel of Luke, chapter 23, verses 8 to 11. We read. Here we can see that when Herod saw Jesus,
he was exceedingly glad, for he had desired for a long time to see him, because he had heard many things about Jesus Christ and his deeds among the Jews. He hoped to see miracles done by him. The same time Jesus came to him, Pilate, the Roman governor, sent Jesus to Herod. That time Herod was very exceedingly glad, because since many years he desired to see him, Jesus Christ. And the chief priests and elders and scribes vehemently accused him and charged over him Jesus Christ. Then Herod questioned him many things, but Jesus answered him nothing. So he was treated him, condemned and mocked him, and arrayed him in a gorgeous robe and sent him back to Pilate. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. യേശുവിനെ ഹേരോദാവ് കാണുവാൻ വേണ്ടി വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. കാരണം യേശു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് കാണുവാൻ വേണ്ടി ആയിരുന്നു അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. തേടിയ വള്ളി കാലെ ചുറ്റി എന്ന് പറയുന്നത് പോലെ ഇവിടെ പിലാത്തോസ് യേശുവിനെ ഹെരോദാവിന്റെ അടുക്കലേക്ക് അയച്ചു. യേശുവിനെ കണ്ടിട്ട് ഹെരോദാവ് അത്യന്തം സന്തോഷിച്ചു. എന്നാൽ അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും യേശു ഉത്തരം പറഞ്ഞില്ല. യേശു സൈലന്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഹെരോദാവ് വളരെയധികം ദുഃഖിതനായി, കോപിഷ്ഠനായി, ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരൊക്കെ അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെങ്കിൽ യേശു ഒരു കാര്യം പോലും ഉത്തരം പറയുന്നില്ല. പ്രിയമുള്ളവരെ, യേശു ആരാണ്? ഹെരോദ രാജാവ് ആരാണ്? ഹെരോദാവ് ഗലീലയിലെ ഒരു രാജാവായി ഭരിക്കുകയാണ്. പീലാത്തോസ് റോമൻ ഗവർണറായി ദേശം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു ആരാണ്? ഇവരുടെ എല്ലാം മുകളിൽ രാജാതിരാജാവായി ഇരിക്കുന്നതായ കർത്താവാണ്. ഇന്ന് ഒരു പിടികിട്ടിയ കള്ളനെ പോലെ ഹെരോദാവിന്റെ മുമ്പിൽ വിസ്താരത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹെരോദാവ് പല കാര്യങ്ങളും ചോദിച്ചിട്ടും യേശു നിശബ്ദനായി നിൽക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഹെരോദാവ് വളരെ കോപിഷ്ഠനായി, ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ യേശു ഒരു കാര്യം പോലും ആൻസർ ചെയ്യുന്നതായിട്ട്, ഉത്തരം പറയുന്നതായിട്ട് കാണുവാനും കഴിയുന്നില്ല. ഇതൊരു വിരോധാഭാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം. തന്റെ കാര്യം തെളിയിക്കുവാൻ വേണ്ടി യേശു ഒന്നും ചെയ്യുന്നതായിട്ട് കാണുവാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഹെരോദാവും പടയാളികളും അവനെ പരിഹസിച്ച് അവിടെ വായിക്കുമ്പോൾ നിസാരനാക്കി, വളരെയധികം പരിഹസിച്ചു, നിസാരനാക്കി, അവനെ വളരെ താഴ്ത്തി, അവനെ കളിയാക്കി, നിന്ദിച്ച്, പരിഹസിച്ച്, സുപ്രവസ്ത്രം ധരിപ്പിച്ച് അവനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് മടക്കി അയച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ സംഭവം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തു ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാകുമെന്നമാണ് സംഭവിച്ചത്. യേശുക്രിസ്തുവിന്റെ ശാന്തത നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ
7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. യേശു ക്രിസ്തുവിനെ അനേക വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതായ യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ കൂടെ വിളിച്ചു പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. ഇത്രമാത്രം പ്രയാസങ്ങളും പ്രശ്നങ്ങളും കളിയാക്കലും നിന്ദകളും ആക്ഷേപങ്ങളും ഒക്കെയും യേശു കർത്താവ് സഹിച്ചപ്പോഴും യേശു ഒരു വാക്കുപോലും പറയാതെ നിശബ്ദനായിട്ട് നിന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നീ ദൈവപുത്രനാണോ എന്ന് ശക്തമായിട്ട് ചോദിച്ചപ്പോൾ അവൻ അതിന് മാത്രം ഉത്തരം പറഞ്ഞു, യെസ്, ഞാൻ തന്നെ ആകുന്നു. നീ ക്രിസ്തുവാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ കർത്താവ് മാത്രം, ആ സമയത്ത് മാത്രം കർത്താവ് വാ തുറന്ന് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യപുത്രൻ ഇന്നു മുതൽ ദൈവശക്തിയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടുകൂടെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അല്ലാതെ തന്റെ ന്യായത്തെക്കുറിച്ചും തന്റെ നീതിയെക്കുറിച്ചും താൻ പാപം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തെ തെളിയിക്കുവാൻ വേണ്ടി ഒന്നും താനെ അവിടെ മുതിരുന്നതായിട്ട് കാണുവാനും കഴിയുന്നില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതുപോലെ നിന്ദകളും പ്രശ്നങ്ങളും പരിഹാസങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ അവിടെ നിശബ്ദനായി നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. യേശുക്രിസ്തു നിശബ്ദനായി നിൽക്കുകയാണെങ്കിൽ തന്നെയും അവൻ ഹൃദയം കൊണ്ട് തന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പക്ഷപാതവും അഭയാചനയും കഴിക്കുകയും പുത്രൻ ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പ്രാപിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. പകലൊക്കെയും തന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ ഒലിവുമലയിലും മറ്റു പലയിടങ്ങളിലും പോയി യേശു പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിജയത്തിലെത്തണം എന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മൾ അനുസരിക്കണം. എന്താണ് മാതൃക? പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നിറഞ്ഞ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവവേദനായിരിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടത് യേശുവിനെ പോലെ അഭിഷേകന്റെ മുമ്പിൽ നിശബ്ദനായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും കരയുകയും സങ്കടങ്ങൾ അറിയിക്കുകയും அதை അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് ഉത്തമമായ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പോരാട്ടങ്ങളും പലയിടങ്ങളിൽ നിന്നായി ഒക്കെയും തനിക്ക് വന്നപ്പോൾ, സ്തോത്രം, അഭിഷേകം എന്ന് വീണു അന്ന് തുടങ്ങിയാണ് പ്രയാസങ്ങൾ. അഭിഷേക തൈലം എന്ന് അവന് തലമേൽ ശമൂവേൽ ഒഴിച്ചുവോ, അവനെ അഭിഷേകം ചെയ്തുവോ, അന്ന് മുതൽ പ്രതിസന്ധികൾ ആരംഭിക്കുകയായിരുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പിൽ
ആടുകളെ തീറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ ആരംഭിച്ചു. തന്റെ ആടിന് നേരെ ഇതാ വരുന്നു സിംഹം. അതിനെ കയ്യിൽ നിന്നും തന്റെ ആട്ടുകുട്ടിയെ രക്ഷിച്ചു. പിന്നെ അങ്ങോട്ടും മാറി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കാണാൻ വരുന്നു ഒരു കരടി വരുന്നു, അതിനെയും ജയിച്ചു. പിന്നെ ഗോലിയാത്ത്, അതിനെയും ജയിച്ചു. പിന്നെ അങ്ങോട്ട് ഒരു പോരാട്ടത്തിന്റെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് പോരാട്ടങ്ങളും ഘട്ടങ്ങളും അവന്റെ നേരെ വന്നുവെങ്കിലും അതെല്ലാറ്റിൽ നിന്നും അവൻ വിജയം ലഭിച്ചുകൊണ്ടേയിരുന്നു. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇതിന്റെ എല്ലാം പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മുഖ്യ കാരണം എന്ന് പറയുന്നത് അഭിഷേകം അവന്റെ മേൽ വീണു എന്നുള്ളതാണ്. അഭിഷേകം ഇല്ലാത്തായ ചേട്ടന്മാർക്ക് ഒരു പോരാട്ടവുമില്ല, അവർക്ക് പ്രശ്നമില്ല, അവർക്ക് പ്രതികൂലമില്ല, അവരോടാരും യുദ്ധത്തിനും വരുന്നുമില്ല. എന്നാൽ യിശായിയുടെ 8 മക്കളിൽ വെച്ച് ഏറ്റവും ഇളയവനായ ദാവീദിന്റെ നേരെയാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുന്നത്. യാക്കോബിന്റെ പുത്രന്മാർ 12 പേര് നമുക്കറിയാമല്ലോ. 11 പേർക്കും ഇല്ലാത്ത പോരാട്ടമാണ് യോസേഫിന് വന്നത്. കാരണം എന്താണ്? ദർശനമുള്ളത് ഈ ബാക്കിയുള്ള ചേട്ടന്മാർക്കല്ല, ഇവനാണ് ദർശനമുള്ളത്. ദർശനമുള്ളവനാണ് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്, ദർശനമുള്ളവനാണ് പോരാട്ടം അടിക്കുന്നത്. സ്തോത്രം. മറ്റ് അപ്പോസ്തലന്മാർക്ക് ആർക്കുമില്ലാത്ത പോരാട്ടമാണ് പൗലോസ് അപ്പോസ്തലന് ഉണ്ടായത്. കാരണം യൂറോപ്പ് മുഴുവനും സുവിശേഷീകരിപ്പാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഒരിക്കൽ ദൈവമക്കളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും അധികാരപത്രം മേടിച്ച് ദമസ്കോസിലേക്ക് പോയ പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് അന്ന് അപ്പോസ്തലനായിട്ടില്ല, അല്ലെങ്കിൽ ശൗല്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ താഴെ വീണു. വാഹന മൃഗത്തിൽ നിന്ന് ഒരു ശബ്ദം അവൻ കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? സ്തോത്രം. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ദൈവശബ്ദം അവൻ കേൾക്കുന്നത്. പാരമ്പര്യങ്ങളെയും അനുഷ്ഠാനങ്ങളും പ്രമാണിച്ച് ന്യായപ്രമാണം അലക്കി കലക്കി കുടിച്ച് ഒരു പരീശനായി, പരീശന്റെ മകനായി, സന്നിധി സംഘത്തിൽ അംഗമായി, ലോകപ്രകാരം വലിയ പഠിത്തക്കാരനായി, ഗമാലിന്റെ പാദവൃത്തിയിൽ നിന്ന് പഠിച്ച്, സ്തോത്രം, അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഔന്നത്യം പ്രാപിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഈ ശൗല്. എന്നാൽ പൗലോസ് അപ്പോസ്തലനായി കഴിഞ്ഞ് ശൗല് പൗലോസ് അപ്പോസ്തലനായി കർത്താവിന്റെ ശിഷ്യനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതുമാത്രമല്ല, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ദാവീദ് പലപ്പോഴും സൈലന്റായി ഇരുന്ന്, നിശബ്ദനായി ഇരുന്ന് ദൈവമുഖത്തേക്ക് നോക്കിയായിരുന്നു. നമുക്ക് നോക്കാം, താൻ എഴുതിയ സങ്കീർത്തനങ്ങളിൽ വെച്ച് ഒരു സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. 62-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അത് പറയുകയാണ്, തന്റെ സങ്കടത്തിന്റെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ അവൻ വിളിച്ചു പറയുകയാണ്, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നതായ, ദൈവത്തെ മാത്രം പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകുന്നതായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിശ്ചയമായും നിശ്ചയമായും രക്ഷ നിങ്ങൾ പ്രത്യാശിക്കുന്ന ദൈവത്തിൽ നിന്നും വരും. തക്ക സമയത്ത് അവൻ നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു.
അപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ നിശബ്ദനായി നിന്നു. തന്നെ ചാട്ടവർ കൊണ്ടടിക്കുന്നു, തന്റെ മുഖത്ത് തുപ്പുന്നു, തലയിൽ മുഴുക്കിലിടം വെച്ച് അടിക്കുന്നു, കയ്യിൽ വടി കൊടുത്ത് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചിട്ട് മുട്ടുകുത്തി പടയാളികൾ അവന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് രാജാവേ ജയ ജയ എന്ന് പറയുന്നു. നിന്നെ പരിഹസിച്ചത് ആരെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നു, നിന്നെ അടിച്ചത് ആരെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു, കണ്ണുകെട്ടി അടിക്കുന്നു. അവന്റെ പുറം ചാട്ടാവാറ് കൊണ്ട് അടിച്ച് ഒഴിവുചാല് പോലെ കീറപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം താഴ്ത്തിയ യേശുവിന്റെ ജീവിതത്തിൽ ദൈവം അവനെ കൈവിട്ടോ നമുക്ക് നോക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാഹസത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഭാഗം, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും. Here we can see Philippians chapter 2 verses 5 onwards. Let this mind be in you which was also in Christ Jesus, who being the form of God did not consider robbery it to be equal with God, but he made himself of no reputation, taking the form of a bond servant, coming in the likeness of men, and found in appearance as a man, and he humbled himself and became obedient to the point of death, even the death of the cross. Therefore God has highly exalted him and given him a name which is above all the name. Therefore at the name of Jesus every knee should bow, of those in heaven, of those on the earth, of those under the earth, and every tongue should confess that Jesus Christ is the Lord. So see, when Jesus humbled himself, God did not forget him. God highly exalted him and given him a name which is above all the names. ഇവിടെ കാണുവാനും കഴിയുന്നുണ്ട്, അവൻ ഏറ്റവും താഴ്ത്തി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. തന്റെ തേജസ്സും തന്റെ പദവികളെല്ലാം ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ആ നിശബ്ദനായി നിന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി
സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോരുടെയും ഭൂലോരുടെയും അധോലോരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവാ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആരാണ്? അവൻ സകലത്തിനു മേൽ അധികാരം ഏറ്റെടുത്തവനായി അവൻ സകലത്തിന് മീതെ ഉള്ളവനാണ്. ആ യേശു ക്രിസ്തു ഇങ്ങനെ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ സ്വഗുരാണം ചെയ്തതിന് മുമ്പായിട്ട് പറഞ്ഞു. മത്തായി 28 കാണുവാൻ കഴിയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇന്ന് രാത്രി കാലം ഞങ്ങൾ പറയുന്ന യേശു കർത്താവ് യേശു ക്രിസ്തു ലോകാവസാനം വരെയും തലയണത്തോടു കൂടെ ഉണ്ട്. ഇന്ന് രാത്രികാലം ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ ഭാരത്തോടെ നിരാശയോടുകൂടി വേദനയോടുകൂടി രോഗമായി കൊള്ളട്ടെ, മറ്റേതെങ്കിലും പ്രയാസമായി കൊള്ളട്ടെ ആയിരിക്കുന്നവർ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ വാഗ്ദത്തത്തെ ഓർക്കുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായിരിക്കുന്നതായ രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി കടന്നു വരുവാനും ദൈവവചനം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുവാനും കർത്താവ് ഒരുക്കി തന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ദൈവവചനം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും അതേ ധൈര്യത്തിനും കാരണമായി ഭവിപ്പാൻ കർത്താവെ നീ കൃപ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു, കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. രാത്രികാലം കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ഗോഡ്. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് ഈ സമയത്ത് കണ്ടുമുട്ടാം. അതുവരെയും കർത്താവ് തന്റെ ചെറുകിന്റെ മറവിൽ നമ്മളെല്ലാവരെയും മറച്ച് കാത്ത് പരിപാലിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.